ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് മാരകമായ സ്ഫോടക വസ്തു നിറച്ച ഡ്രോണുകൾ കൊണ്ട് ആക്രമണം നടത്തി ഹൂതികൾ. തെക്കൻ ഇസ്രായേലിലെ റാമോൺ വിമാനത്താവളത്തിലേക്കാണ് ഹൂതികൾ ഡ്രോൺ ആക്രമണം നടത്തിയത്. തെക്കൻ ഇസ്രായേലിലെ റാമോൺ വിമാനത്താവളത്തിലേക്ക് യമനിലെ ഹൂതികളുടെ വൻ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ ഡ്രോൺ പതിച്ചതോടുകൂടി തന്നെ വിമാനത്താവളത്തിന് പരിധിയിലുള്ള വ്യോമാതിർത്തി അടച്ചിടുകയാണ് ചെയ്തത്. സംഭവത്തിൽ 2 പേർക്ക് പരിക്കേറ്റതായിട്ടും പ്രാഥമിക വിവരം ലഭിച്ചിട്ടുണ്ട്. യമനിൽ നിന്ന് വിക്ഷേപിച്ച 3 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേനയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിമാനത്താവളത്തിന് നേരെ ഡ്രോൺ പതിച്ചതായും വിവരങ്ങൾ പുറത്തുവരുന്നത്. അതേസമയം തന്ത്രപ്രധാന മേഖലയിലെ ആക്രമണ മുന്നറിയിപ്പ് ലക്ഷ്യമാക്കുന്ന സൈറനുകൾ ഒന്നും തന്നെ മുഴങ്ങിയില്ല എന്നും ഇസ്രായേൽ പ്രതിരോധ വൃത്തങ്ങളെ ആശങ്കയിലാഴ്ത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതുപോലെ തന്നെ സൈറനുകൾ മുഴങ്ങിയില്ല എന്ന് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിക്കുകയും യമനിൽ നിന്ന് വിക്ഷേപിച്ച ഡ്രോൺ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടതിനെ കുറിച്ച് അന്വേഷിച്ചു വരികയാണ് എന്നും IDF ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം മറ്റു 3 ഹൂതി ഡ്രോണുകളെ ഇസ്രായേൽ വ്യോമസേന വെടിവെച്ചിട്ടതായും അധികൃതർ വ്യക്തമാക്കി. അതേസമയം യമൻ തലസ്ഥാനമായ സനായിലെ ഹൂതി സൈനിക കേന്ദ്രത്തിൽ ഇസ്രായേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വൻ വ്യോമാക്രമണം നടത്തുകയും ചെയ്തു. തെക്കൻ സനായിലെ പ്രസിഡന്റിന്റെ കൊട്ടാര സമുച്ചയത്തിന് സമീപമാണ് ആക്രമണം ഉണ്ടായതെന്നും വൻ സ്ഫോടക ശബ്ദം കേട്ടതായും നഗരവാസികൾ പറയുകയും ചെയ്തു. ഇസ്രായേലിലേക്ക് ഹൂതികളുടെ ഭാഗത്തു നിന്നും ഡ്രോൺ ആക്രമണം ഉണ്ടായെന്നും ഇതിനു മറുപടിയായാണ് ഹൂതി കേന്ദ്രങ്ങൾ ആക്രമിച്ചതെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു. അതേസമയം പാലസ്തീനിലെ ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ വെടിവയ്പിൽ ഇന്ന് 16 പേർ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ 16 പേർ കൊല്ലപ്പെട്ടു എന്നായിരുന്നു വ്യക്തമാക്കിയത്. എന്നാൽ ഇന്നേ ദിവസം 24 മണിക്കൂർ തികയുമ്പോഴേക്കും 14 പേർ അല്ലെങ്കിൽ 14 മുതൽ 17 പേർ ഗാസയിൽ കൊല്ലപ്പെട്ടതായ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഗാസ സിറ്റി പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കുന്നതിന്റെ ഭാഗമായി ഇസ്രായേൽ സൈന്യം വ്യാപക ആക്രമണം തുടരുകയാണ്. സനായിൽ ഹൂതി വിമതരുടെ സാറ്റലൈറ്റ് ചാനലിൽ പരമോന്നത നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂദിയുടെ പ്രസംഗം പ്രക്ഷേപണം ചെയ്യുന്ന സമയത്തായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയത്. നിരവധി മുതിർന്ന ഹൂതി നേതാക്കൾ ഈ സമയം പ്രസംഗം കേൾക്കാൻ ഒത്തുചേർന്നുവെന്നും ഇവരെയാണ് ലക്ഷ്യമിട്ടതെന്നും IDF വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഇസ്രായേലിന് നേരെ ആരും കൈ ഉയർത്തിയതായാലും ഒരു കൈകൾ വെട്ടിമാറ്റുമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആക്രമണത്തിന് പിന്നാലെ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയും സനായിൽ ഇസ്രായേൽ ആക്രമണം നടത്തുകയും 10 പേരാണ് അന്ന് കൊല്ലപ്പെട്ടതെന്നും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിൽ 90ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇറാൻ പിന്തുണയുമുള്ള ഹൂതി വിമതർ ഇസ്രായേലിന് നേരെ പലപ്പോഴായി തന്നെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇസ്രായേൽ പാലസ്തീനിൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്നും ഹൂതിയുടെ ആവശ്യങ്ങൾ. നേരത്തെ ചെങ്കടലിൽ ഇസ്രായേലിലേക്കുള്ള കപ്പലുകൾക്ക് നേരെയും ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു. കപ്പലുകൾ ആക്രമിച്ചതിന് മറുപടിയായി തന്നെ US സൈന്യം ഹൂതി കേന്ദ്രങ്ങളിൽ വ്യാപക ആക്രമണം നടത്തുകയും ചെയ്തു. പിന്നീട് യമനിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ USഉം ഹൂതികളും വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ ഈ വെടിനിർത്തലിനെ പിന്നീട് ഇവർ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആക്രമണം അഴിച്ചുവിട്ടിരുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.